കുന്നംകുളത്തെ മൗലവി KM ഷാജിയെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു. ഇനി മേലിൽ KM ഷാജി ഖുർആൻ ഓതൂല. ആരോ പറഞ്ഞു കൊടുത്തത് ഷാജി പറയുന്നു എന്നാണ്. കുന്നംകുളം മൗലവി KM ഷാജിയോടുള്ള പക വെച്ച് സംസാരിക്കുകയാണ്. പക വെച്ച് ആദരവ് 1 തന്നാൽ 100 തിരിച്ചു തരും എന്ന് പറയണ പോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിന്റെ 10 ഇരട്ടി പറഞ്ഞിട്ടേ പോകും. ഇനി അഥവാ സാലിഹിനോ സംഘാടകർക്കോ വിഷമുണ്ടെങ്കിൽ മൈക്കിന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോകും. വോട്ടും കൂട്ടൊന്നും കാട്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റൂല. പറഞ്ഞു പോയേ മതിയാവൂ ചില കാര്യങ്ങൾ. അതിന്റെ നഷ്ടം എന്തുമാവട്ടെ. ലാഭങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെക്കുറിച്ചും ആലോചിച്ചാണ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ എടുക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ബഹുമാനം എന്ന് പറയുന്നത്, ആദരവെന്ന് പറയുന്നത് കൊടുത്താൽ മാത്രം കിട്ടുന്നതാണ്. ഇങ്ങോട്ട് എന്തെങ്കിലുമൊക്കെ ഏകപക്ഷീയായി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ, ആദരവ് 1 തന്നാൽ 100 തിരിച്ചു തരും എന്ന് പറയണ പോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിൻ്റെ 10 ഇരട്ടി പറഞ്ഞിട്ടേ പോവൂ. ഞാൻ ഇരവിപുരത്ത് മത്സരിക്കാൻ പോവാണ്. അന്ന് പാർട്ടി പറഞ്ഞു ഇരവിപുരത്ത് മത്സരിക്കാൻ പോകണം. SKSSFിൻ്റെ നേതാവ്, അന്ന് ഞാൻ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ്, അഭിവന്ദ്യനായ നേതാക്കന്മാർ എന്നോട് നാസർ ഫൈസി കൂടത്തായിയൊക്കെ പറഞ്ഞു, കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ ഒരു മീറ്റിംഗ് ഉണ്ട്, നിങ്ങൾ അവിടെ വന്ന് നിലപാട് പറഞ്ഞു പോകണം. NDF അതിൻ്റെ ശക്തി പ്രാപിക്കുന്ന കാലമാണ്, ഒരു മടിയുമില്ലാതെ സംസാരിക്കണം. ഞാൻ പറഞ്ഞു വരാലോ. തിരുവനന്തപുരത്തേക്ക് കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാഗ് ഒരുക്കി നിൽക്കുകയാണ്. എല്ലാവരും എന്നോട് പറഞ്ഞു, ഇപ്പം തെരഞ്ഞെടുപ്പ് സമയമല്ലേ, ഒന്നും സംസാരിക്കണ്ട, വിട്ടേക്കൂ. ഞാൻ പറഞ്ഞു അങ്ങനെയില്ല, SKSSFിൻ്റെ പരിപാടിയല്ലേ, സംസാരിച്ചു പോകാം. കോഴിക്കോട് പ്രസ് ക്ലബ്ബിൽ സംസാരിക്കുമ്പോൾ അന്ന് വളരെ കൃത്യമായ സമീപനങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഉഹുദിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന് പ്രയാസമുണ്ടാക്കിയ മുനാഫിക് നിലപാടുകൾ പറഞ്ഞു വന്ന് ആ പ്രസംഗം അവസാനിച്ച് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു, ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, ഉഹുദിലെ സഹാബത്തിനെ മോശമാക്കി പറഞ്ഞു അല്ലേ എന്നാണ്. എനിക്ക് മനസ്സിലായി ഇതെവിടേക്കാ പോണത്. ഇസ്മായിൽ സാഹിബ് ഇവിടെയുണ്ട്, KT ഇവിടെയുണ്ട്. അന്ന് ഏറ്റവും കൂടുതൽ ഇരവിപുരത്ത് എന്നെ ആക്രമിക്കാൻ SDPI-കാരനും ഇടതുപക്ഷവും ഉപയോഗിച്ചത് ഞാൻ ഉഹുദിലെ ശുഹദാക്കളെ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ്. പിന്നീട് അതിന് സമാനമാം വിധത്തിൽ പിന്നീട് CPM, NDF ആ സമയങ്ങളിൽ ഫോണുകൾ ഇങ്ങനെ നിരന്തരം മാറ്റും. ഭീകരമായ തെറി, ഭീകരമായ അതിക്രമങ്ങൾ. യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന വലിയ പ്രശ്നങ്ങൾ, വടകരയിൽ നിന്ന് അക്രമം, ചുരത്തിൽ നിന്ന് അക്രമം. ആ സമയത്താണ് IB, അന്ന് പോലീസ് പ്രൊട്ടക്ഷൻ, അവർ തന്നെ നേരിട്ട് യൂത്ത് ലീഗ് ഭാരവാഹി എന്ന നിലക്ക് എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നത്. ഈ അടുത്ത കാലത്ത് എനിക്ക് രസമുള്ള ചില കാര്യങ്ങളുണ്ട്. എന്താണോ CPM-കാരൻ സംസാരിക്കുന്നത് അതേ ഭാഷ ഒരാൾ എന്നെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു, ഒരാക്ഷോഭണ. വേറൊരാൾ പറയാൻ, ഇനി മേലിൽ KM ഷാജി ഖുർആൻ ഓതൂല. ചില മതത്തിൻ്റെ അനുയായികൾ എന്ന് പറയുന്നവർ തന്നെ ആക്ഷേപിക്കുകയാണ്, കളിയാക്കുകയാണ്. CPM വിളിക്കുന്ന അതേ ചീത്ത വിളി നടത്താൻ മെനഞ്ഞാന്ന് വന്ന ഒരു യൂട്യൂബ് സ്റ്റോറിയുടെ ഹെഡിങ് എന്താണെന്നറിയങ്ങള്, കുന്നംകുളത്തെ മൗലവി KM ഷാജിയെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു. നിങ്ങൾ മനസ്സിലാക്കണം, ഇനി ഇയാൾ ഖുർആൻ ഓതില്ല. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ദീനിന്റെ പേരിൽ അഭിപ്രായം പറയാൻ നിനക്ക് എന്താണ് അർഹത എന്നാണ്. ദീനിന്റെ പേരിൽ അഭിപ്രായം പറയാൻ ആർക്കാണ് അർഹതയില്ലാത്തത്? അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹജ്ജത്തുൽ വിദാഇൽ, ഖുതുബത്തുൽ വിദാഇൽ ഇതാ ഈ സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഈ ദീൻ, ആ ദീന് ഇന്ന ആളെയാണ് ഏൽപ്പിച്ചത്, അവര് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നോ? ഒരു പ്രത്യേക കൂട്ടരെ ഏൽപ്പിച്ചിരുന്നോ? വിശ്വാസിയായ സകല മനുഷ്യരുടെയും ബാധ്യതയാണ് ദീൻ പ്രബോധനം ചെയ്യുക എന്നത്. എല്ലാവരുടെയും ബാധ്യതയാണ്. ലിവിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയും. നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയായി, ദീനിയായി
ജീവിച്ചു കാണിച്ചു കൊടുക്കൂ. അതും ദഅവത്താണ്, അതും ദഅവത്താണ്. അതെല്ലാവർക്കും ബാധ്യതയുണ്ട്. റഹ്ബാനിയത്ത് നബ്തദഉ എന്ന് പറയുന്നുണ്ട് ഖുർആൻ. എന്താ പറയണ അറിയങ്ങള്? പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി. കുന്നംകുളത്തെ മൗലവിയോട് ഞാൻ പറയണത്, ഞാൻ പറഞ്ഞത് കൊണ്ട് ഈ വാക്ക് ഖുർആൻ അല്ലാതെ ആവില്ല. ഇത് വിശുദ്ധ ഖുർആനാണ്. ഇന്ന ആളുകൾക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല, എന്നാൽ അത് അധികമായി ചെയ്യുന്നവരുണ്ടാവാം. അതവർ ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തനമാണ്. നാട്ടിക മൂസ മൗലവി അറിയാത്തവരില്ലല്ലോ. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബാനറിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പദം അതാ മനുഷ്യൻ വഹിച്ചിരുന്നു. എത്ര വലിയ പണ്ഡിതനായിരുന്നു. ഇന്ന ആളുകൾ രാഷ്ട്രീയക്കാരാവണം ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ? ഇന്ന ആളുകൾ പണ്ഡിതനോ മതമറിയുന്നവനോ പറയുന്നവനോ ആവണം, അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ദീൻ നിങ്ങൾ പറയരുത്, രാഷ്ട്രീയം അവര് പറയരുത്. ആ പറയുന്നവർക്ക് പറയാൻ അവകാശമല്ലേ? അവകാശമല്ലേ? അങ്ങനെ പൗരോഹിത്യമുണ്ടോ? രണ്ടാമത്തെ ആരോപണം എന്താ? എന്നെ കുറിച്ച് ഷാജി എഴുതി വായിക്കുന്നു എന്നാണ്. ഞാൻ എഴുതിയാണ് വായിക്കാറ് ഏത് പ്രസംഗവും. പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യം പറയുമ്പോഴും ഞാൻ 100 വട്ടം പേപ്പറിലേക്ക് നോക്കും. കാര്യം എന്തെന്നറിയുമോ? ഞാൻ ചെറിയ മനുഷ്യനാവാം, നിസ്സാരൻ. പക്ഷേ നാം പറയുന്ന വാക്കുകൾ കേൾക്കാൻ കുറച്ചാളുകളെങ്കിലും ഉണ്ടാവുമല്ലോ. എന്റെ നാവിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു ദീൻ, ഒരു വാക്ക് പിഴച്ചുപോയാൽ, അള്ളാഹുവിന്റെ ദീനിനെ തെറ്റായ നിലക്ക് എന്റെ വാക്കുകൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ, സ്നേഹമുള്ളവരെ, അത് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ്. എത്ര അപകടം പിടിച്ച ഒന്നാണ്. ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് അങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്ന്, ദീനീ വിഷയങ്ങളിൽ അങ്ങനെയാ നിലപാടെടുക്കാൻ പാടുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. ഒരു ആയത്ത് ഒരു ഉസ്താദിനോട് ക്ലിയർ ചെയ്യുമ്പോ പിന്നെയും എനിക്ക് ചൊല്ലിത്തെന്ന് പറയും, ഇത് സൂക്ഷിക്കണമേ. നഹ്വ് പഠിച്ചവർക്കറിയാം, ഒരു ചെറിയ വാചകം മതി നിങ്ങളുടെ വാക്കുകൾക്ക്, അറബ് വിശുദ്ധ ഖുർആന്റെ വാക്കുകൾക്ക് ചില അർത്ഥഭ്രംശം സംഭവിക്കാൻ. സൂക്ഷ്മത വേണം. അതുകൊണ്ട് ഞാൻ നോക്കി വായിക്കാറുണ്ട്. എന്നാൽ എല്ലാം അറിയാമെന്ന ഭാവത്തിൽ സംസാരിക്കുന്നവർ സൂക്ഷിക്കേണ്ടവരല്ലേ? കുന്നംകുളം മൗലവി KM ഷാജിയോടുള്ള പക വെച്ച് സംസാരിക്കുകയാണ്, പക വെച്ച്. അതിനിടയിൽ പലതവണ പറയുകയാണ് അബൂബക്കർ സിദ്ദീഖ് റഹ്മത്തുള്ളാഹി അലൈഹി. ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം, എത്ര തവണ ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്നറിയോ? അള്ളാഹുവിൻ്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ എത്ര തവണ പറയാൻ പാടുണ്ടോ മൗലവി? ഷാജിയോടുള്ള പക വെച്ച് പറയുമ്പോൾ പിഴച്ചു പോകുന്ന വാക്കുകൾ നിങ്ങളും സൂക്ഷിക്കുന്നത് നല്ലതാണ്. പിന്നെ പറഞ്ഞൊരു കാര്യം, ആരോ പറഞ്ഞു കൊടുത്തത് ഷാജി പറയുന്നു എന്നാണ്. ഞാൻ പഠിച്ചതൊക്കെയും പണ്ഡിതന്മാരടുത്തതാണ്. എനിക്ക് കുന്നംകുളത്ത് വഹി അറിയുന്ന പോലെ എനിക്ക് വഹി അറിയില്ല. അതുകൊണ്ട് ഞാൻ ഉസ്താദുമാരോട് ചോദിക്കും, അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കും. അവർ പറഞ്ഞു തരുന്ന സാധനങ്ങൾ സൂക്ഷ്മതയോടെ എഴുതി വെക്കും. ഇതൊക്കെ ഞാൻ പറയും. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. NDF-കാരൻ ഉഹദിലെ സഹാബത്തിനെ കളിയാക്കിയെന്ന് കള്ളക്കഥ പറഞ്ഞ പോലെ ഷാജി എവിടെയാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെയോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിനെയോ മാറ്റി പറഞ്ഞത്, വേർതിരിച്ചത്? അങ്ങനെ പറയാൻ അതിലൊരാൾ കോൺഗ്രസ്സുകാരനും മറ്റേ ആൾ കമ്മ്യൂണിസ്റ്റുകാരനും അല്ലല്ലോ. നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബത്തല്ലേ? സഹാബത്ത് നക്ഷത്രം പോലെയാണ് തിളങ്ങുന്നത് എന്നാണ് പറയുന്നത്. ഞാനിനി പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോ വ്യത്യാസം? അത് തിരുത്തണ്ടേ? രാഷ്ട്രീയത്തിൽ വരുന്ന പോലെ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ. ഇത് ദീനല്ലേ? ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എന്തേ കാണിക്കാത്തത്? ഷാജി തെറ്റു പറഞ്ഞു എന്ന് പറയുന്ന വാചകം എന്തേ കാണിക്കാത്തത്? എന്നിട്ട് പറയുന്നു ഖലീഫമാരെ കുറിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എല്ലാ ഖലീഫമാരെ കുറിച്ചും പറഞ്ഞ പിണറായിയെ കുറിച്ച് ഒരു വാക്കുമില്ല. സകല ഖലീഫമാരെയും റദ്ദ് ചെയ്ത പിണറായിയെ കുറിച്ച് മഹാ ആദർശ സമ്മേളനത്തിൽ ഒരു വാക്ക് പോലുമില്ല. ഒരു വാക്ക് പോലും ഇല്ല. നിങ്ങൾ മനസ്സിലാക്കണം, എന്താണ് സ്നേഹമുള്ളവരെ ആദർശ സമ്മേളനം? ലാ ഇലാഹ ഇല്ലല്ലാഹ് വ മുഹമ്മദുർ റസൂലുള്ളാഹ് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്
വഅശ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. ഈ കലിമത്തു തൗഹീദിന്റെ പ്രചാരണമല്ലേ നമ്മൾ വിചാരിക്കുന്ന ആദർശ സമ്മേളനം? നിങ്ങൾക്കെല്ലാവർക്കും അറിയുമോ, കഴിഞ്ഞ 2-3 ആഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തെ കയ്യിലെടുത്ത് യുക്തിവാദിയായ രവീന്ദ്രൻ അമ്മാനമാടി. നമ്മുടെ പെൺകുട്ടികൾ പോയി മിഴിച്ചു നിൽക്കുകയാണ്, വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ. അവരോട് ചോദിക്കുകയാണ്, എന്താണ് ചോദിക്കുന്നത്? ഹൂർലീങ്ങളുണ്ട് സ്വർഗത്തിൽ, ഈ ആണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങളുണ്ട് അവിടെ, നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളായിട്ടൊന്നുമില്ലേ? ആരുടെ മനസ്സിലും സംശയങ്ങൾ ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന മഹാപ്രസംഗങ്ങൾ കോഴിക്കോട്. അത് കഴിഞ്ഞു വരുന്ന ആദർശ സമ്മേളനം ആർക്കെതിരെയാ നടത്തേണ്ടത്? ഒളിയമ്പുകൾ കൊണ്ട് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾക്കെതിരെയോ? അതല്ലെങ്കിൽ KM ഷാജി എന്ന് പറയുന്ന ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത എന്നോടുള്ള പകയോ? അതാണോ ചെയ്യേണ്ടത്? ഞാൻ പാണക്കാട് തങ്ങളെ അന്യായമായി സംസാരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു, പകയും കലിപ്പും വെറുപ്പും നാവിൽ വച്ചല്ല പണ്ഡിതരായാലും വേഷമുള്ളവരായാലും സംസാരിക്കേണ്ടത്. ഒരു പണ്ഡിതൻ വരേണ്ടത് പാണ്ഡിത്യത്തിന്റെ ഗരിമയിലാണ്. അല്ലാതെ ഓഫീസിലെ ക്ലർക്കായ പിന്നെ മൂത്താല് അവിടുത്തെ ഹെഡാവും, അല്ലാണ്ട് പണ്ഡിതനാവൂല. ഓഫീസിലെ ക്ലർക്ക് തന്നിട്ട് എന്നിട്ട് ആക്ഷേപിക്കുകയാണ്. ഞാൻ ഒറ്റ കാര്യമേ പറയുന്നുള്ളൂ, നിങ്ങളാരും CPM ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ CPM-ന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ആവരുത് എന്നാണ്. ഇതെന്താ അറിയങ്ങൾ? ഞാനൊരു പടക്കെറിഞ്ഞതാണ്. ഓരോന്ന് പുറത്തിറങ്ങി തുടങ്ങി. വലിയ മൂർച്ചുള്ള മൂർഖന്മാർ പിറ്റിയെന്ന് തന്നെ പുറത്ത് ചാടി. ബാക്കിയുള്ള കുറേ എണ്ണം മുതലക്കുളത്തും പുറത്ത് ചാടി. ഒരു കാര്യം ഞാൻ പറയാം, സമുദായത്തിനിടയിൽ നിന്ന് NDF-നെ പുകച്ചിട്ട് പുറത്ത് ചാടിച്ചിട്ടുണ്ട് ഞങ്ങൾ. എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ടേ ഇത് നിർത്തും. പിന്നെ പറയാണ് നഷ്ടം വരികയാണ്. സൂക്ഷിക്കണം കേട്ടോ ഷാജി, എനിക്കൊരു ചുക്കില്ല. അറിയങ്ങൾ, ഞാൻ വോട്ടും കൂട്ടൊന്നും കാട്ടിയിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റില്ല. അതിന് ഇതേ തൂക്കും വലിപ്പക്കുള്ള ആൾ എവിടെങ്കിലും കിട്ടുമെങ്കിൽ പോയിക്കോ, പേടിപ്പിച്ചോ. ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം MLA ആവലും മന്ത്രി ആവലും എന്നൊക്കെ വിചാരിക്കണ അങ്ങ് വളാഞ്ചേരിക്കാരനുണ്ട്, ഓനെ പോയി പേടിപ്പിച്ചോ. KM ഷാജിയെ പേടിപ്പിക്കാൻ വരരുത്. പറയേണ്ട കാര്യം പറഞ്ഞിട്ടല്ലാതെ. ഇനി അഥവാ സാലിഹിനോ സംഘാടകർക്കോ വിഷമമുണ്ടെങ്കിൽ മൈക്കിൻ്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോവൂ. മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് നിർവഹിക്കാതെ ആരെങ്കിലും കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നിടത്ത് നിർത്തിയിട്ട് പോവില്ല. പാണക്കാട് സയ്യിദ് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റാണ്, ഞങ്ങളുടെ നായകനാണ്, ഞങ്ങളുടെ അമരക്കാരനാണ്. അദ്ദേഹത്തിന്റെ കീഴിലെ കുറെ സെക്രട്ടറിമാരൊരാളാണ് ഞാൻ. പക്ഷെ ഒരു കാര്യമുണ്ട്, ആ തങ്ങളെ മേത്ത് കൈവച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യം തങ്ങളല്ല, നിങ്ങൾക്കറിയാം. ആ തങ്ങളൊരു വിളക്കാണ്, അതിൽ തിരികത്തുന്ന വലിയൊരു ശൃംഖലയുണ്ട്. അത് ഈ നാട്ടിലെ പണ്ഡിത സഭ അടക്കമുള്ളതാണ്, ഈ നാട്ടിലെ പള്ളികളും മദ്രസകളുമാണ്. ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്കുണ്ട്. ആ നെറ്റ്വർക്കാണ് ലക്ഷ്യം. അത് തിരിച്ചറിയാത്തവരല്ല ഞങ്ങൾ എന്ന് ഞാൻ സ്നേഹപൂർവം പറയാണ്. ഞങ്ങൾ ആരെയും CPM ആക്കിയിട്ടില്ല. നിങ്ങളാരും CPM ആവൂല എന്ന് ഞങ്ങൾക്കറിയാം. കാരണം അതിനും വേണം കുറച്ചൊക്കെ യോഗ്യത. അതാവണമെങ്കിലും പിന്നെ അതാവൂല. എന്താ കാര്യം എന്ന് പറഞ്ഞാൽ, അതായാൽ പിന്നെ തലേക്കെട്ടടക്കമുള്ള പലതും അഴിക്കേണ്ടി വരും. അപ്പം നഷ്ടം ഭയങ്കരമാണ്. പിന്നെ എന്തിനാ നിൽക്കുന്നത്? ചില സൗകര്യങ്ങൾ, അത് ദീനിനെ കുറ്റം പറഞ്ഞാലും സമുദായത്തെ കുറ്റം പറഞ്ഞാലും കിട്ടാവുന്ന ചില സൗകര്യങ്ങൾ, അധികാരം, സൗകര്യങ്ങൾ, ആ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കോ. പക്ഷെ ഞങ്ങളുടെ മക്കളോട് ഈ CPM-നെ വെള്ളപൂശാൻ നിങ്ങൾ വന്നാൽ അത് ഞങ്ങൾക്ക് എതിർത്തേ മതിയാവൂ. ആരാന്റെ മക്കളെ CPM-ലേക്ക് പറഞ്ഞേക്കുമ്പോ ഞാൻ പറയാണ്, ഞങ്ങൾ SKSSF-കാരും ഞങ്ങൾ യൂത്ത് ലീഗുകാരും ISM-കാരും ഒക്കെ ഈ നാദാപുരത്തടക്കം രൂപം കൊണ്ട NDF-നെതിരെ പടപെട്ടുമ്പോ NDF-ന്റെ ഓഫീസിൽ പോയിരുന്ന ആള് മുതലക്കുളത്തിരുന്നിട്ട് എനിക്കെതിരെ സംസാരിക്കുകയാണ് അല്ലേ? സ്വന്തം വീട്ടിൽ CPM കയറുന്നത് സൂക്ഷിച്ചോ. നിങ്ങൾ ഇത് കൊള്ളാമെന്ന് പറയണ്ട, ഇത് കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നാണ് മക്കൾ വിചാരിക്കുക. ഞാൻ ബാക്കി പറയണ്ടല്ലോ. കുന്നംകുളത്തെ ഉസ്താദിന് ദേഷ്യം പിടിക്കണ്ട.
നിങ്ങളെ ദേഷ്യം, നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തെയോ മൂന്നാമത്തെ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക്. അതിൻ്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട. ഞാൻ ഒരു കാര്യം പറയാം, ഷാജി വെറുതെ എനിക്കൊന്നുമില്ല എന്ന് ഞാൻ പറഞ്ഞു. പറയാൻ ചില കാര്യങ്ങൾ കുന്നംകുളത്തെ മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടുണ്ടല്ലോ, അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത്, ബാക്കി പറയണില്ല. എന്നെ സമീപിച്ച ആളുകളുണ്ട്, നിങ്ങളുടെയൊക്കെ പിറകിലുള്ളത് എന്താണെന്ന് ഞങ്ങൾക്കറിയാം. എന്നിട്ട് നിങ്ങൾക്ക് ലീഗിനെ വേണമല്ലേ, ഇതിനിടയിൽ നിന്നിട്ട് പണിയെടുക്കണമല്ലേ, ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് പണി കൊടുക്കുമല്ലേ. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് അതിനേക്കാളൊക്കെ സന്തോഷമുണ്ട്. നിങ്ങളറിയോ, ഈ 2-3 ദിവസമായിട്ടൊരു വാർത്ത ഉണ്ട്. നമ്മുടെ മഹമ്മൂദ് കൂരിയ എന്ന് പറയുന്ന ഒരു കുട്ടി, ഈ കുട്ടി അയാൾക്ക് ഇൻഫോസിസിൻ്റെ പ്രൈസ് കിട്ടി. ഇൻഫോസിസ് പ്രൈസ് $1,00,000. $1,00,000. അയാളുടെ പുസ്തകം 2 പുസ്തകം എഴുതിയിട്ടുണ്ട്. ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കുറ്റിയാടിക്കാരെ കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയാണ്. 2ാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ്. ഈ മുഹമ്മദ് കൂരിയ എവിടെയാണെന്നറിയോ? ദാറുൽ ഹുദയിലെ കുട്ടിയാണ്. ഞങ്ങൾക്ക് അതൊക്കെ ആ സന്തോഷം. നിങ്ങളെ കുത്തിത്തിരിപ്പ് ഞങ്ങൾക്കറിയില്ല, നിങ്ങളെ മനസ്സിലുള്ള വിഷവും ഞങ്ങൾക്ക് മനസ്സിലാവില്ല. ആ കുട്ടിയുടെ സന്തോഷമല്ല, ആ ഉസ്താദുമാരുടെ സന്തോഷം നോക്ക് നിങ്ങൾ. ഇൻഫോസിസിന്റെ പ്രൈസ് $1,00,000. ഏതാ വിഷയം എന്നറിയോ നിങ്ങള്? ഈ 2 പുസ്തകങ്ങൾ അവാർഡ് കിട്ടി എന്തിനറിയോ? സോഷ്യൽ സയൻസ് ആണ്. പക്ഷെ എന്താ സോഷ്യൽ സയൻസ്? ഷാഫി ഇമാമിന്റെ ഫിഖ് തീരുന്നില്ല. മലബാറിലേക്ക് യമനിൽ നിന്ന് ഇന്ത്യ സമുദ്രത്തിന്റെ തീരങ്ങളിലൂടെ ദീൻ വന്നതിനെ കുറിച്ച് സ്നേഹമുള്ളവരെ, ഞങ്ങളെ സന്തോഷം എന്താണെന്നറിയോ? അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് നമ്മളുടെ വാഫിയ കുട്ടികൾ, 10 പെൺകുട്ടികൾ കഴിഞ്ഞ ആഴ്ചയിൽ അൽ-അസ്ഹർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി. ഞങ്ങൾക്ക് നിങ്ങളെ കുത്തിത്തിരിപ്പൊന്നും അറിയില്ല, പക്ഷേ അതിലുള്ള സന്തോഷം ചെറുതല്ല. ഈ സമുദായത്തിനകത്ത് നടക്കുന്ന ജാഗരണ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ വിഷയം. അതിന് കളങ്കുണ്ടാക്കാൻ വന്നാൽ നിങ്ങളുടെ മനസ്സിൽ വേറെ പലതും ഉണ്ടാവും. അധികാരം, ഇതൊക്കെ ഈ മഹല്ലത്തിൽ ആർക്കറിയാം? ഈ പള്ളികളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ? അവിടെ നടക്കുന്ന പ്രവർത്തനം അറിയില്ലേ? നമ്മുടെ നാട്ടിൽ നന്നായി എനിക്കറിയാം. എൻ്റെ മഹല്ലത്തിൽ ഒരു കുട്ടിയസ്നാജിയുണ്ട്, ഒരേ ഒരു ജമാഅത്തെ ഇസ്ലാമിക്കാരൻ, നമ്മൾ റേഡിയൻസിൻ്റെ ഒക്കെ ബന്ധു. അയാളുടെ മക്കളും ജമാഅത്തെ ഇസ്ലാമി, എല്ലാ വക്തിനും പള്ളിയിലുണ്ടാവും. കുട്ടിയസ്നാജി മറവിട്ട് കിടക്കുന്നത് ഞങ്ങളുടെ മഹല്ലത്തിൽ എൻ്റെ വാപ്പ ആ പള്ളിയുടെ സെക്രട്ടറിയും അതിനേക്കാൾ വലിയ പണ്ഡിതരും മരിച്ചു കിടക്കുന്ന അതേ ഖബർസ്ഥാനിൽ. എത്ര വിശാലമായ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത്. അവൻ മുജാഹിദാണ്. ഈ പള്ളിയിൽ ഖബറടക്കില്ലെന്ന് ഈ ഏതെങ്കിലും മഹല്ലത്തുകാരൻ പറയുന്നുണ്ടോ? അവിടുത്തെ ഉലമാക്കൾ, അവിടുത്തെ ഉമറാക്കൾ, നിങ്ങൾ എന്ത് ഭിന്നിപ്പുണ്ടാക്കാനായി ശ്രമിക്കുന്നത്? എന്താ നിങ്ങളുടെ ലക്ഷ്യം? താഴെ തട്ടുകളിൽ ഞങ്ങളൊക്കെ കണ്ടു വളർന്ന ഒന്നുണ്ട്. കൊച്ചുനാള് മുതൽ നാട്ടിലെ തർക്കങ്ങൾ എല്ലാം പറയാൻ തീർക്കാൻ ആ മഹല്ലത്തിലെ സാത്വികരായ മനുഷ്യരുണ്ട്. അവരല്ലേ ഇതിൻ്റെ യഥാർത്ഥ ഉടമകൾ. ബന്നിൻ്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി കുറച്ച് സാധനങ്ങൾ കയറിയിട്ട് നിങ്ങളല്ലാന്ന് ഇരിക്കണ്ട. നിങ്ങൾ ഈ പാപം മനുഷ്യർ, അവരുടെ ഹൃദയത്തിലെ ശുദ്ധി എന്താണ്? അവരുടെ ഹൃദയത്തിലെ നേരെന്താണ്? ഞാൻ പറയാണ്, ഞാൻ സുന്നിയാണ്. കേട്ടി പറയാണ്, ഒലക്കെ അഞ്ഞ് സുന്നിയല്ല. എന്ത് ഏർപ്പാടാണോ ഇത്? ഇതെന്താ ഏർപ്പാടാണ്? നീ എല്ലാം അതിന് തെളിവുകളുണ്ട്. ആളെ പുറത്താക്കാൻ നടക്കുകയാണ്, ആളെ പറഞ്ഞേക്കാൻ നടക്കുകയാണ്. ഇതെന്ത് സ്വഭാവമാണ്? എന്തിനു വേണ്ടിയാണ്? അനുഭവിച്ചതല്ലേ ഈ സമുദായം. ഞാൻ എല്ലാവരോടും പറയുന്നു, മഹല്ലത്ത് ഒരു സിസ്റ്റമാണ്. അത് അപകടപ്പെടരുത്, തകരരുത്. അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിച്ച് ഈ സൗന്ദര്യവത്തായ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഞാൻ ലീഗിൻ്റെ എല്ലാ യോഗങ്ങളിലും കുട്ടികളോട് പറയാറുണ്ട്, ഒരു പള്ളിക്ക് പൂട്ടുവീഴുന്ന കേസിൽ മക്കളെ നിങ്ങൾ പോയിട്ട് കക്ഷിയാവരുത്.
നാട്ടിൻ്റെ സൗന്ദര്യമായി നിൽക്കാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആവുന്ന ഒരു സ്ഥാപനമായി നിങ്ങളുടെ ഈ ഖായിദ മില്ലത്ത് സൗദം മാറണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു. ജയൻ.